ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൃഷ്ണചന്ദ്രൻ സാർ സന്തോഷിന്റെ ആ പുസ്തകം വായിച്ചു തീരുമ്പോഴേക്കും വീണയും പറയുന്നുണ്ട്, എനിക്കിതിൽ എന്നെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. എന്നെ ഞാൻ കാണാത്തൊരു ഡയമെൻഷനിൽ എനിക്കത് വല്ലാത്തൊരു കൗതുകം തോന്നി. ഇഷ്ടത്തെ വല്ലാത്തൊരു വിശുദ്ധിയോടെ ഈ പുസ്തകം പറയുന്നുണ്ട് എന്നവൾ പറയേ, ഞാൻ എന്നോ പറയണമെന്ന് ആഗ്രഹിച്ച പലതും സന്തോഷ് മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്തൊരു ഭാഷയാണ് അയാളുടേത്. ഏകാഗിയായ ഒരു മനുഷ്യന്റെ അപരാജിത സ്നേഹത്തെക്കുറിച്ചും അയാളുടെ പരാജയ ജീവിതത്തെക്കുറിച്ചുമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ചിലപ്പോ അതിനൊരു കവിതയുടെ തലപ്പൊക്കം വരുന്നുണ്ട്. ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്കെന്തായാലും സന്തോഷിനെ ഒന്ന് കാണണമെന്നുണ്ട്, സംസാരിക്കണമെന്നുണ്ടെന്ന് സാറും. ഞാൻ സന്തോഷിട്ടനോട് പറയാം. ആദ്യം എനിക്ക് ക്ഷമ പറയണം, അനുവാദമില്ലാതെ പൊട്ടിച്ചതിന്, വായിച്ചതിനും. പിന്നെ വായിച്ച അനുഭവവും പറയാം. പിന്നെ സാർ എന്നോട് പറഞ്ഞതൊന്നും എനിക്ക് സന്തോഷിട്ടനോട് പറയാൻ അറിയില്ല. സാറിന് വന്ന് കാണാൻ പറയാം, സാറ് തന്നെ എന്ന് പറയാം. എന്തായാലും ഇത് പബ്ലിഷ് ചെയ്യണം, നല്ല പബ്ലിഷേഴ്സിന് തന്നെ കൊടുക്കണം എന്ന് സാറും അഭിപ്രായപ്പെടുകയാ. പറയാം സാർ. എന്തായാലും വല്ലാത്ത സന്തോഷം തോന്നി. ചിറയൂര് ചിലപ്പോ സന്തോഷത്തിന്റെ പേരിലാവും അറിയപ്പെടുക എന്ന് വീണ പറയെ, ഉറപ്പായും അതിനുള്ള ഒരു പടി സന്തോഷിന്റെ കയ്യിലുണ്ട് എന്ന് സാറും പറയുന്നുണ്ട്. അവിടെ സരസ്വതിക്കപ്പോഴേക്കും കനിയുടെ അമ്മ പാർവതിയുടെ കോൾ വരികയാ. സരസ്വതി കോൾ എടുക്കുമ്പോഴേക്കും, ഹലോ, ഞാൻ പാർവതിയാ എന്ന് ചേച്ചിയും. ചേച്ചി ബോംബെ തന്നെയാണോ എന്ന് സരസ്വതി ചോദിക്കേ, അമ്മാതിരി വിശേഷം പറയാൻ സമയമില്ല, വളരെ ബിസിയാണെന്ന് പാർവതിയും. തളത്തിൽ നിൽക്കുകയായിരുന്ന കനിയും രമയുടെ കോൾ ശ്രദ്ധിക്കുകയാ. സാരമില്ല, തിരക്ക് മാറിയിട്ട് വിളിച്ചാൽ മതിയെന്ന് സരസ്വതി പറയേ, കനികയുടെ ശാദിക്കാര്യം ഞാൻ അറിയാതെ നീ എങ്ങനെ ഡിസൈഡ് ചെയ്തു എന്ന് പാർവതി ചോദിക്കേ. കനിയുടെ ബാക്കി എന്തൊക്കെ കാര്യം ചേച്ചി അറിഞ്ഞു എന്ന് സരസ്വതി ചോദിക്കുമ്പോഴേക്കും കനിയും ചെറിയമ്മയുടെ അടുത്തേക്ക് നടന്നു വരികയാ. ഹിന്ദിയിൽ സരസ്വതിനെ വഴക്കു പറഞ്ഞ്, ഞാൻ ചോദിച്ചതിന് ശരിക്ക് ഉത്തരം താ എന്ന് പാർവതി പറയേ. പാതി മുറി ഹിന്ദിയും ഭീഷണിയുമായിട്ട് ചേച്ചി എന്നെ ഭരിക്കാൻ നോക്കണ്ട, അതിനുള്ള യോഗ്യത ചേച്ചിക്കില്ല. മാസാമാസം അക്കൗണ്ടിലേക്ക് മത്സരിച്ച് കാശിട്ട അച്ഛന്റെയും അമ്മയുടെയും ഉത്തരവാദിത്തം കഴിയോ? ആ കൊച്ചിന്റെ ജീവിതത്തിൽ ഇതേവരെ ഒരു മെന്റൽ സപ്പോർട്ട് പോലും നൽകാതെ ഇപ്പൊ കല്യാണക്കാരും ചോദിക്കാൻ വരുന്നു. എന്റെ പൊന്നേച്ചി, ചേച്ചിക്ക് ഇതൊക്കെ ചോദിക്കാൻ നാണമില്ലേ? ഇതെവിടുന്നാ ഇങ്ങനെയൊരു വിവരം കിട്ടിയതെന്ന് സരസു ചോദിക്കേ. നിന്റെ കെട്ടിയും തന്നെയാ നമ്പർ എടുത്ത് കാര്യം വിളിച്ചു പറഞ്ഞത് എന്ന് പാർവതി പറയുന്നത് കേൾക്കേ മോഹൻ എന്ന് പതിഞ്ഞ ശബ്ദത്തിൽ ചെറിയമ്മ കനിയോടായി പറയുക. അയാൾക്കിട്ട് ഞാനൊന്ന് കൊടുക്കുന്നുണ്ടെന്ന് കനിയും പിറുവിറുക്കുകയാ. സരസവും പാർവതിയോടായി ഇപ്പൊ ഞാനും ലച്ചുവും കൂടിയാ കനിയുടെ കാര്യങ്ങൾ നോക്കുന്നത്. തീരുമാനമെടുക്കാൻ ഞങ്ങൾക്കപ്പുറം യോഗ്യതയുള്ള വേറെ ആരുമില്ല. ആരെങ്കിലും വിളിച്ചു പറയുന്നത് കേട്ട് ഇങ്ങോട്ട് വിളിക്കാൻ നോക്കണ്ട. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ എന്റെ കെട്ടിയോനെന്ന്, അയാൾ എന്റെ കെട്ടിയോനുമല്ല. എനിക്ക് ശേഷം അയാള് പല പെണ്ണും കെട്ടിയെന്ന മിനിമം വിവരമെങ്കിലും അറിഞ്ഞിട്ട് വേണം ചേച്ചി എന്നോട് സംസാരിക്കാൻ എന്ന് സരസ്വതി പറയുന്നത് കേൾക്കെ. വേറൊരു മതത്തിൽപ്പെട്ട പയ്യനെ കൊണ്ട് മാരേജ് ചെയ്യിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പാർവതിയും തീർത്ത് പറയുകയാണ്. അത് പറയാനുള്ള ഒരു റൈറ്റും ചേച്ചിക്കില്ലെന്നാ ഞാൻ പറഞ്ഞത് എന്ന് സരസ്വതി പറയേ. അതെ, ഞാനാണ് കുട്ടിയുടെ ബയോളജിക്കൽ മദർ എന്ന് പാർവതിയും ദേഷ്യത്തോടെ പറയുക. ചേച്ചി പ്രസവിച്ചതുകൊണ്ട് മാത്രം അമ്മയാവുന്നില്ല, കുഞ്ഞിനെ അറിഞ്ഞ് സ്നേഹിച്ച് വളർത്തണം. ഞാനും ലച്ചുവുമാ കനിയുടെ ഗാർഡിയൻസ്. ഇനിയെല്ലാം ഞങ്ങൾ തീരുമാനിക്കുമെന്ന് സരസ്വതി പറയേ. ആണോ? എങ്കിൽ ഇനി ഞാൻ ലീഗലി മൂവ് ചെയ്യാം എന്ന് പാർവതിയും. എന്നിട്ട് അമ്മയെന്ന് വിളിക്കാത്ത കുറ്റത്തിന് കനിക്ക് ജീവപര്യന്തം വാങ്ങിച്ചു കൊടുക്കോ? കനിയുടെ ഇഷ്ടങ്ങൾക്കൊപ്പം നിന്ന് ഞങ്ങൾക്ക് തൂക്കുകയർ വാങ്ങിച്ചു തരുമോ എന്ന് സരസ്വതി പരിഹസിക്കുന്നത് കേൾക്കേതേ. പരിഹാസം വേണ്ട, എന്തു ചെയ്യുമെന്ന് നീ കണ്ടോ എന്ന് പാർവതിയും വെല്ലുവിളിയോടെ പറയുകയാ. കുഴപ്പമില്ല ചി, അത് ഞാൻ കണ്ടോളാമെന്ന് സരസ്വതി പറയുന്നത് കേൾക്കെ പാർവതിയും ദേഷ്യത്തോടെ കോൾ കട്ട് ചെയ്യുകയാ. കനിയപ്പോഴേക്കും ചെറിയമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്ത്, താങ്ക് യു ചെറിയമ്മ ഫോർ യുവർ ലവ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് നിൽപ്പാ. അവിടെ വീണ്ടും മോഹന്റെ താവളത്തിൽ നിന്ന് ചിക്കനും പൊറോട്ടയും കഴിച്ചോണ്ടിരിക്കുക പോറ്റി. മോഹൻ പോറ്റിയോടായി പറയുന്നുണ്ട്, എടോ കാർന്നോരെ, നമ്മുടെ ഇടിച്ച ആ പെണ്ണില്ലേ, ആ മൊട്ടച്ചി, അവൾക്കുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന്. അതുകൾക്ക് അമ്പരപ്പോടെ എന്തു പണിയെന്ന് പോറ്റിയും. ആ പെണ്ണിനെ മറ്റേ ടീച്ചറുടെ മോൻ നസ്രാണി ചെക്കനെ കൊണ്ട് കെട്ടിക്കാൻ പോവാണെന്ന് മുംബൈയിലുള്ള അവളുടെ തന്തയെയും തള്ളയെയും വിളിച്ച് ഞാൻ പറഞ്ഞു. അതിപ്പോ അങ്ങ് കത്തി കാണുമെടോ, അത് തകർക്കും എന്ന് മോഹൻ ചിരിയോടെ പറയേ. നിനക്ക് കിട്ടിയതൊന്നും മതിയായില്ലേ മോഹന? അതൊരു വെളിവില്ലാത്ത പെണ്ണ, ആണുങ്ങളെപ്പോലെ ഇടിച്ചു കളയും. എനിക്ക് ഇടിയൊന്നും കൊള്ളാൻ വയ്യെന്ന് പോറ്റി. ആകെ അവശതയോടെ മോഹൻ ചുമയ്ക്കുമ്പോഴേക്കും, നിന്റെ കൂമ്പാകെ വാടിക്കിടക്ക, നിനക്കിപ്പോ പഴയ പോലെ ഇടി കൊള്ളാനുള്ള ആവതില്ല. നീ എന്തിനാ വഴിയെ പോകുന്ന അടിയൊക്കെ മേടിക്കാൻ പോകുന്നത് എന്ന് പോറ്റി ചോദിച്ചത് ഇഷ്ടമാവാതെ ദേഷ്യത്തോടെ മോഹനം നിർത്തടോ, ഉപദേശിക്കാണ്ട് വല്ലതുമൊക്കെ നക്കി തിന്ന് പോവാൻ നോക്ക് എന്ന് പറയേ. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് പോറ്റി ആക്രാന്തത്തോടെ കഴിച്ചോണ്ടിരിക്കുക. രാത്രിയാവുമ്പോൾ കൃഷ്ണചന്ദ്രൻ സാറിന്റെ ബെഡ്റൂമിലേക്ക് കനി എത്തുന്നുണ്ട്. കട്ടിലിൽ തലയിണയും വെച്ച് ചാരിയിരിക്കായിരുന്ന സാറും കനിയെ കണ്ട്, ആ കനി എന്ന് വിളിക്കേ. സാറ് കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ എന്ന് കനി ചോദിക്കേ. ഇല്ല, എന്ത് കാര്യമെന്ന് സാറും. എന്റെ വിവാഹം എങ്ങനെ എന്റെ അച്ഛനും അമ്മയും അറിയാതെ നടത്തുമെന്ന് അമ്മ വിളിച്ച് ചെറിയമ്മയോട് ചോദിച്ചു എന്ന് കനി പറയുന്നത് കേൾക്കെ. ആണല്ലേ,
അല്ല, അത് ശരിക്കും ന്യായമല്ലേ എന്ന് സാറും. ഒരു ന്യായവുമില്ല സാർ, അവർക്കത് തിരക്കാൻ ഒരു യോഗ്യതയുമില്ല. എന്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തിയതൊന്നുമല്ല, പല ബോർഡിങ്ങിലുമായി ഞാനങ്ങ് വളർന്നതാ. എന്റെ അച്ഛനും അമ്മയും വളരെ മോഡേണായ കക്ഷികളെന്ന് സ്വയം വിശ്വസിക്കുന്നവരാ. ഒട്ടും സെന്റിമെന്റൽ അല്ല, ലവബിൾ അല്ല, അറ്റാച്ചബിളുമല്ല. സാറിനറിയോ, എന്നെ രണ്ടാളും മോളെ എന്നൊന്ന് വിളിച്ചിട്ട് പോലുമില്ല, സ്നേഹത്തോടൊന്ന് തൊട്ടിട്ട് പോലുമില്ല. എന്തിന്, നല്ലൊരു ചിരി പോലും ചിരിച്ചിട്ടില്ല. എനിക്ക് 18 വയസ്സായപ്പോ അവര് കുടുംബം പിരിച്ചുവിട്ടു. കുട്ടിയെ വളർത്തി, അവൾക്ക് പ്രായപൂർത്തിയായില്ലേ, ഇനി കുടുംബത്തിന് റെലവൻസ് ഇല്ലത്രേ. വൈകാതെ അവര് സെപ്പറേറ്റഡ് ആയി, അമിക്കബിളി സെപ്പറേറ്റഡ്. സൗഹൃദപരമായി വേർപിരിഞ്ഞവർ. അച്ഛൻ നേവിയിൽ നിന്ന് നേരത്തെ റിട്ടയർഡ് ആയതാ. അമ്മ 4 കൊല്ലം മുമ്പ് VRSും എടുത്തു. എന്റെ അച്ഛനും അമ്മയും 2 കോണ്ടിനൻസാ. കുറെ കാലം ഞാൻ അവർക്കായി തുഴഞ്ഞു. പിന്നെ എനിക്ക് മടുപ്പായി സാറേ. ചെറിയമ്മയുടെ അടുത്ത് വന്നതിന് ശേഷമാ മനുഷ്യരുടെ സ്നേഹം ഞാൻ അറിഞ്ഞത്. മനുഷ്യരെ ഹൃദയം കൊണ്ട് തൊടുന്നതൊക്കെ ഞാൻ അന്നേരമാ ശരിക്കും മനസ്സിലാക്കിയത്. ഈ നാടുമായി റൂട്ടഡ് ആവുന്നതുമൊക്കെ ചെറിയമ്മ കാരണമാ. ഇടയ്ക്ക് അച്ഛൻ വിളിക്കും, അമ്മയ്ക്ക് പിന്നെ അതിനും സമയമില്ല. അമ്മയ്ക്ക് ഫ്രണ്ട്സിന്റെ ഒരു ഗ്യാങ് ഉണ്ട്. ഏകദേശം ഇതേ തോട്ട്സ് ഉള്ള ആളുകളൊക്കെ തന്നെയാ. അവര് പരമാവധി സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു, ലോകം കറങ്ങുന്നു. പിന്നെ രണ്ടാളും കൃത്യമായിട്ടൊരു തുക അയക്കും. അതൊരു ദിവസം പോലും മാറില്ല. ഇങ്ങനെയൊക്കെയാണ് എന്റെ ഔപചാരിക അച്ഛനമ്മമാർ. എന്നവൾ സങ്കടം ഉള്ളിലൊതുക്കി ഒരു ചിരിയോടെ പറഞ്ഞു നിർത്തുമ്പോഴേക്കും സാർ ചിരിക്കുന്നത് കാണേ കോമഡിയാണല്ലേ സാറേ എന്ന് കനി ചോദിക്കുക. ജീവിതത്തിലെ അച്ഛനായിട്ടില്ലാത്ത മനുഷ്യൻ തന്റെ മകളാവാൻ പ്രായമുള്ള കുട്ടിയെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും മോളെന്ന് വിളിക്കാൻ തോന്നുന്ന ഒരു നിമിഷമുണ്ട്. അങ്ങനൊരു നിമിഷത്തിന്റെ കനം ഞാൻ അറിയുന്നു എന്ന് സാറ് പറയുന്നത് കേൾക്കെ സങ്കടത്തോടെ ഇരിക്കുന്ന കനിയെ നോക്കി മോളെ എന്ന് സ്നേഹത്തോടെ സാറ് വിളിക്കുകയാ. ആ കണ്ണീരിനിടയിലും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട്, എനിക്കറിയാം സാർ, ഞാൻ ശരിക്കും ബ്ലെസ്ഡാ. അവരെന്നെ തള്ളി പറഞ്ഞപ്പോഴും സ്നേഹം കൊണ്ട് നിറയുന്ന മനുഷ്യരുണ്ടായിരുന്നു എനിക്ക് ചുറ്റുമെന്ന് ഒരു ചിരിയോടെ അവൾ പറയുകയാ. അങ്ങനെയാണ് മോളെ പ്രപഞ്ചം നമ്മെ ചേർത്ത് പിടിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം കനിയുടെ കൈ ചേർത്ത് പിടിച്ച് ട്രൂലി യു ആർ ബ്ലെസ്ഡ് എന്ന് വിശ്വസിപ്പിക്കുകയാ. പിറ്റേ ദിവസം രാവിലെ തന്നെ മഹേഷിന്റെ വീട്ടിൽ രാധ എത്തിയിരിക്കുകയാണ്. ഇങ്ങനൊരു കാര്യം അറിഞ്ഞിട്ട് വീട്ടിൽ ഇരിപ്പുറച്ചില്ല. അതാ പിള്ളേരെയും വിട്ടിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് ഇറങ്ങിയതെന്ന് രാധ പറയെ. കാര്യം മനസ്സിലാവാതെ കാര്യം എന്താന്ന് വെച്ചാ പറ എന്ന് മഹേഷും. എടാ, കനിയുടെയും ജോണിന്റെയും കല്യാണം നടത്താൻ അമ്മയും മേരിക്കുട്ടി ടീച്ചറും തീരുമാനിച്ചെന്ന് എന്ന് രാധ പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ, ഇവർക്ക് മറ്റേ മതസൗഹൃദ കല്യാണം നടത്തുന്നതാണല്ലോ പണി. ആ മറ്റേ പഴയ ടീച്ചറുടെ കാര്യം ഓർമ്മയില്ലെന്ന് മഹേഷ് ചോദിക്കെ. ഓർമ്മയുണ്ട്, നീനയും മിഥുനും അല്ലേന്ന് രാധയും. അവര് തന്നെ. അല്ല, ഈ കനികയുടെ വിവാഹം നിശ്ചയിക്കുമ്പോൾ അവളുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തൊക്കെ ചോദിക്കണ്ടേ എന്ന് മഹേഷ് ചോദിക്കെ. കനി അമേരിക്കയൊക്കെ വിട്ടത് ഇവരാരെങ്കിലും അറിഞ്ഞോ എന്ന് രാധയും. ഇവര് തന്നെ തീരുമാനിക്കുന്നു, ഇവര് തന്നെ അങ്ങ് നടത്തുന്നു എന്ന് മഹേഷ് പറയുമ്പോഴേക്കും രേണുവും ചായയുമായി അങ്ങോട്ടെത്തുകയാ. വല്യമ്മയുടെയും വല്യച്ഛന്റെയും ഒറ്റ മോളല്ലേ, അവർക്കും സ്വന്തം മകളുടെ കല്യാണം കാണണമെന്ന് ആഗ്രഹമുണ്ടാവില്ലേ എന്ന് രാധ ചോദിക്കുന്നത് കേൾക്കെ വല്യമ്മയുടെയും വല്യച്ഛന്റെയും കാര്യമൊക്കെ എല്ലാവർക്കും അറിയില്ലേ. അവര് രണ്ടാളും അവരുടെ ജീവിതം മാത്രമല്ലേ നോക്കിയിട്ടുള്ളൂ. ആവശ്യം കനിക്ക് നല്ലോണമുണ്ട്. അപ്പോഴും അമ്മ കനിയെ സ്വന്തം മോളെ പോലെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോ കനിയുടെ കല്യാണം തീരുമാനിക്കാൻ ഏറ്റവും യോഗ്യ മഹേഷ് ഏട്ടന്റെ അമ്മ തന്നെയാ. എനിക്ക് അങ്ങനെയാ തോന്നിയതെന്ന് രേണു തന്റെ അഭിപ്രായം പറയുമ്പോഴേക്കും രേണു, നിന്റെ തോന്നലൊക്കെ തൽക്കാലം നിന്റെ കയ്യിൽ തന്നെ അങ്ങ് ഇരിക്കട്ടെ എന്ന് മഹേഷും. മഹേഷ് ഏട്ടാ, എന്ത് കാര്യത്തിന് വേണ്ടിയാണെങ്കിലും അമ്മയോട് ഇനി തർക്കത്തിനും വഴക്കിനും പോവേണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ എന്ന് രേണു ഓർമ്മിപ്പിക്കെ. നിനക്ക് പറയാനുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി, ദയവ് ചെയ്തേ ഇതിനി ആരോടും പറയാൻ നിൽക്കരുതെന്ന് മഹേഷ് പറയുമ്പോഴേക്കും കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേൾക്കുകയാ. രേണു അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോഴേക്കും കാണുന്നത് സിറ്റൗട്ടിൽ നിൽക്കുന്ന മോഹനയാണ്. അത് കാണെ അവളും പെട്ടെന്ന് തന്നെ മഹേഷിന്റെയും രാധയുടെയും അടുത്തേക്ക് ഓടിച്ചെന്ന്, മഹേഷേട്ടാ, മഹേഷേട്ടന്റെ അച്ഛനാ എന്ന് പറയേ. അങ്ങേരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് തള്ളിപ്പിടിച്ച് വന്നേ എന്ന് ചോദിച്ച മഹേഷും പുറകെ രാധയും രേണുവും സിറ്റൗട്ടിലേക്ക് പോവുകയാണ്. മഹേഷ് അങ്ങോട്ട് ചെന്ന് എന്ത് വേണമെന്ന് ചോദിക്കേ. നീ അച്ഛനെ ബേക്കറി നാട്ടിയിറക്കി, ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല, അതുകൊണ്ടാ നിന്റെ വീട്ടിലേക്ക് ഞാനിപ്പോ വന്നതെന്ന് മോഹൻ പറയേ. എന്തിന് എന്ന് മഹേഷും. എന്തൊക്കെ പറഞ്ഞാലും മക്കളുടെ ഉയർച്ച അച്ഛൻ അറിഞ്ഞു വരണ്ടേ എന്ന് മോഹൻ ചോദിക്കേ. ഓ, വരണമെന്നില്ല എന്ന് മഹേഷും. അത് കേൾക്കെ രാധയും, നിങ്ങളുടെ ആദ്യ തടവിലെ ഞങ്ങൾ വീണു, ആ നമ്മയെ തള്ളിപ്പറഞ്ഞ് നിങ്ങളുടെ കൂടെ നിന്നു എന്ന് പറയേ. പിന്നെ നിങ്ങളുടെ തനി സ്വരൂപം ഞങ്ങൾക്ക് പിടികിട്ടിയെന്ന് മഹേഷും. നിലമ്പൂര് ഞങ്ങളെ കെട്ടിയിട്ടിട്ട് നിങ്ങൾ കടന്നു കളഞ്ഞത് ഞങ്ങൾ ഇപ്പോഴും മറന്നിട്ടില്ല. അന്ന് അവിടെ വിഷ്ണുവേട്ടനും ഭാർഗവമാമയും വന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവിടെ കിടന്ന് ഞങ്ങൾ ചത്തേനെ എന്ന് രാധ വെറുപ്പോടെ പറയേ. അതുകൊണ്ട് സ്നേഹസമ്പന്നനായ ഈ അച്ഛന്റെ സ്റ്റഡി ക്ലാസ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് മഹേഷ് തീർത്തു പറയേ. അപ്പോ നീ എന്നെ ഈ വീട് പോലും കയറ്റി കാണിക്കില്ലല്ലേ എന്ന് മോഹനും. ഇല്ല, കാണിക്കില്ലെന്ന് മഹേഷ് തീർത്ത് പറയേ. എല്ലാം കൂടി എടുത്ത് കൂട്ടി വെച്ചോടാ, ആരെയും കാണിക്കണ്ട എന്ന് മോഹൻ ദേഷ്യത്തോടെ പറയേ. ഓ, അത് ഞങ്ങളുടെ സൗകര്യം പോലെ ഞങ്ങളങ്ങ് ചെയ്തോളാം
എന്ന് മഹേഷും. എല്ലാം കൂടി അങ്ങ് ഞെളിഞ്ഞു നിന്നോ, നല്ല തറവാട്, കുടുംബത്തൊരു കല്യാണം വരാൻ പോവല്ലേന്ന് മോഹൻ ചോദിക്കേ. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് മഹേഷും പറയുന്നുണ്ട്. എല്ലാം കൂടി ചേർത്ത് ഒരു സമൂഹ വിവാഹം അങ്ങ് നടത്തടാ, പള്ളയുടെയും മോളുടെയും, അതാണ് സൗകര്യം. എരണം കെട്ടതുങ്ങള് എന്ന് മോഹൻ പറയുന്നത് കേൾക്കെ. അത് ഞങ്ങളുടെ സൗകര്യം പോലെ ഞങ്ങൾ അങ്ങ് നടത്തിക്കോളാം എന്ന് രാധയും. സ്വന്തം അച്ഛനെ വീട്ടിൽ കയറാതെ പടിയിറക്കി വിടുന്ന നീയൊക്കെ എങ്ങനെ രക്ഷപ്പെടാനാണ്? മുടിഞ്ഞു പോവുള്ളടാ നീ, മുടിഞ്ഞു നശിച്ചു പോവും എന്നവനെ ശപിച്ചു പ്രാഗിക്കൊണ്ട് മോഹൻ അവിടെ നിറങ്ങി പോവുകയാ. പോകുന്നതിനിടയിൽ മോഹൻ വിളിച്ചു പറയുന്നുണ്ട്, ഒറ്റ എണ്ണം ഗതി പിടിക്കില്ല, വെള്ളം കിട്ടാതെ ചാവുമെല്ലാം നശിച്ചവളുടെ മക്കള് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിന്ന് നീയൊക്കെ നശിച്ച് വെണ്ണീറാവുമെടാ എന്ന് വീണ്ടും ശപിച്ചുകൊണ്ട് അവിടുന്ന് നടന്ന് നീങ്ങുകയാ. അത് കേൾക്കെ മഹേഷും വെറുതെ തലക്കുഴിഞ്ഞ് പ്രാകാനാണെങ്കിലും എന്തെങ്കിലും ഒരു യോഗ്യത വേണം, അതുകൊണ്ട് ഇങ്ങേരെ എന്ത് പ്രാഗിയിട്ടും പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല, നിങ്ങളൊന്നും പേടിക്കേണ്ടെന്ന് മഹേഷ് പറയേ. അച്ഛൻ കയറി വന്നിട്ടാണെങ്കിലും അമ്മയുടെ ശരികളെ രണ്ടാളും ഓർത്തല്ലോ, അത് തന്നെ വലിയ കാര്യമായി എന്ന് രേണു പറയേ. അത് ഇഷ്ടമാകാതെ രേണുവിനെയൊന്നും നോക്കിക്കൊണ്ട് രാധയും മഹേഷും അകത്തേക്ക് കയറി പോവുകയാണ്. അവിടെ മാധവത്തിൽ ലിവിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്ന കൃഷ്ണചന്ദ്രൻ സാറിന്റെ അരികിൽ വീണയും ഇരിപ്പുണ്ട്. അവൾ ടീപ്പോയിൽ കയറ്റിവെച്ച സാറിന്റെ കാൽ നോക്കിക്കൊണ്ട് സാറിന്റെ കാലിലെ നഖം വെട്ടാറായിട്ടുണ്ട് എന്ന് പറയേ. ഈ പരുവത്തിൽ ഇരിക്കുന്നുണ്ടാ, കുനിഞ്ഞു വെട്ടാൻ ഒരു ബുദ്ധിമുട്ട്, അതാ ഇനി എല്ലാം ഒന്ന് ശരിയാവട്ടെ എന്നിട്ട് വെട്ടാമെന്ന് സാറ് പറയേ. അതൊക്കെ ഞാൻ വെട്ടാം എന്ന് പറഞ്ഞ് വീണ എഴുന്നേൽക്കുമ്പോഴേക്കും, അയ്യോ എന്റെ നഖം വേറെ ആരെക്കൊണ്ടെങ്കിലും വെട്ടിക്കാവോ എന്ന് സാറും. അതൊന്നും ഒരു പ്രശ്നമല്ല സാറേ, വയ്യെങ്കിലേ ഇങ്ങനൊക്കെ തന്നെയാ എന്ന് വീണ പറയുന്നത് കേൾക്കേ. എന്നാലും എന്ന് സാറും. എന്നാലുമില്ല സാറേ എന്ന് പറഞ്ഞ് വീണ പോവാൻ തുടങ്ങുമ്പോഴാണ് മുറ്റത്തേക്കൊരു കാർ വന്ന് നിൽക്കുന്നത്. ശിവരാമേട്ടനും റജിയും കാറിൽ നിറങ്ങി അങ്ങോട്ടെത്തി. സാറിനോടായി നമസ്കാരം സാർ എന്ന് ശിവരാമേട്ടൻ പറയുമ്പോഴേക്കും സാറും നമസ്കാരം പറയുകയാ. ഒരു സർപ്രൈസ് പൊട്ടിക്കാനാ ഞാൻ വന്നത് എന്ന് സാറിനോടായി പറഞ്ഞ്, എടി നിന്റെ അമ്മ എവിടെയെന്ന് ശിവരാമേട്ടൻ ചോദിക്കുന്നുണ്ട്. അമ്മ ഇവിടെ അടുക്കളയിലുണ്ട്. എന്ത് സർപ്രൈസാ വല്യാമ്മേ എന്ന് വീണ ചോദിക്കേ. അതൊക്കെ അവൾ വന്നിട്ട് പറഞ്ഞാൽ മതിയെന്ന് ശിവരാമേട്ടൻ പറയുമ്പോഴേക്കും സരസ്വതിയും അങ്ങോട്ടെത്തുകയാ. എടി കൊച്ചേ, ഒരു സർപ്രൈസ് ഉണ്ടെന്ന് ശിവരാമേട്ടൻ പറയേ. എന്താ ഏട്ടാ എന്ന് അമ്പരപ്പോടെ സരസ്വതിയും. ശിവരാമേട്ടനും റജിയോടായി, എടാ നീ തന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കെന്ന് പറയേ. റജിയും സന്തോഷത്തോടെ, അപ്പാ എനിക്ക് പോലീസിൽ സെലക്ഷൻ കിട്ടി എന്ന് പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ, ആണോ, എനിക്കറിയായിരുന്നടാ, ഗുരുവായൂരപ്പനോട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചതാ എന്ന് സരസ്വതിയും. അത് ഞങ്ങൾക്ക് അറിയാവല്ലോ കൊച്ചേ, അതാ അറിഞ്ഞ ഉടനെ അപ്പയെ കണ്ട അനുഗ്രഹം വാങ്ങണമെന്നും അത്രയ്ക്ക് പ്രാർത്ഥിച്ചതാണെന്നും പറഞ്ഞിറങ്ങിയത്. ചെല്ലട എന്ന് ശിവരാമേട്ടൻ പറയുമ്പോഴേക്കും റജി അപ്പച്ചിയുടെ കാലിൽ ചെന്ന് തൊട്ട് നമസ്കരിച്ച് അനുഗ്രഹിക്കണം എന്ന് പറയേ. അപ്പച്ചിയും അവനെ തടഞ്ഞുകൊണ്ട്, എടാ മോഹനെ പോലുള്ള കക്ഷികളെ നിലയ്ക്ക് നിർത്താനേ നമ്മുടെ കുടുംബത്തിൽ ഒരു പോലീസ് കൂടിയായി ഇരിക്കട പോലീസേ എന്ന് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് കസേരയിലേക്ക് ഇരിക്കുമ്പോഴേക്കും ശിവരാമേട്ടനും റജിയും കസേരയിലേക്ക് ഇരിക്കുകയാണ്. റജി കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞ് സാറും അവന് ഷെയ്ക്ക് ഹാൻഡ് നൽകുകയാ. ഇനിയിപ്പോ പോലീസിനും വക്കീലിനും വഴി തെളിഞ്ഞല്ലോ എന്ന് സരസു സന്തോഷത്തോടെ ചോദിക്കേ. ഞാൻ ഇടയ്ക്കേ സുജിയുടെ അച്ഛനെ കണ്ട് സംസാരിച്ചിരുന്നു. ഒരു പാവ മനുഷ്യൻ, ഒരു ഭാഗം തളർന്ന് ഒരേ കിടപ്പ, അവർക്ക് വലിയ സന്തോഷമേ ഉള്ളൂ, പിന്നെ ഇളയ മോളെ ഓർത്ത അവരുടെ ടെൻഷൻ എന്ന് ശിവരാമേട്ടൻ പറയുന്നത് കേൾക്കെ നമ്മളോട് ചേർന്ന് പോകുന്ന കുട്ടിയും കുടുംബവുമാണല്ലോ ചേട്ടാ, അത് മതിയെന്ന് സരസുവും. ഉറപ്പിലായിട്ട് ഒരു ചെറിയ ചടങ്ങ് നമുക്ക് നടത്താം, കല്യാണം ഇവന്റെ പോലീസ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് നടത്താമെന്ന് ശിവരാമേട്ടൻ പറയേ. അതാ നല്ലതെന്ന് സരസവും. നമുക്കേ 2 നിശ്ചയവും ഒന്നിച്ചങ്ങ് നടത്തിയാലൊന്ന് ശിവരാമേട്ടൻ ചോദിക്കേ. 2 ഏതാ എന്ന് സാറും. ഇവന്റെയും പിന്നെ കനിയുടെയും ജോണിന്റെയും എന്ന് വല്യമ്മ പറയുന്നത് കേൾക്കെ വീണയും ഒരു ഞെട്ടലോടെ ഇരിപ്പാ. സാറും അവളുടെ മുഖത്തെ ഭാവമാറ്റം ശ്രദ്ധിക്കുന്നുണ്ട്. സരസവും സന്തോഷത്തോടെ, അത് നല്ലതാ, മേരിക്കുട്ടിയോട് പറയാം ഞാൻ. പിന്നെ കനിയുടെ രക്ഷകർത്താവ് ചോദ്യങ്ങളുമായി വന്നിട്ടുണ്ടല്ലോ, അതിനി എന്താവോ എന്ന് സരസ് പറയേ. പാർവതിയല്ലേ, എന്റെ കയ്യിൽ നിന്ന് വെടിപ്പിനൊന്ന് കിട്ടുമ്പോ അവളുടെ വായടഞ്ഞോളൂ, കല്യാണത്തിന് അമറോള് കളിക്കാൻ ഇനി ബോംബെന്ന് ആരും നമുക്ക് വേണ്ട എന്ന് ശിവരാമേട്ടൻ ഉറപ്പിച്ച് പറയുമ്പോഴേക്കും ഞാൻ എല്ലാവർക്കും ചായ എടുക്കാമെന്ന് പറഞ്ഞ് സരസ് അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ഒന്നും മിണ്ടാതെ അമ്മയുടെ പുറകെ എഴുന്നേറ്റ് പോകുമ്പോഴേക്കും ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് റജിയും അവരുടെ പുറകെ പോവുകയാണ്. ശിവരാമേട്ടൻ അപ്പോഴേക്കും സാറിനോടായി പറയുന്നുണ്ട്, എനിക്ക് കുറെ കാലമായുള്ള ഒരു പേടിയാണ് സാറേ, സരസ്വതി പെൻഷനായി കുറച്ചു നാൾ കഴിയുമ്പോൾ അവള് തീർത്തും ഒറ്റയ്ക്കായി പോവുമെന്ന്. അത് കേൾക്കെ സാറും ചിരിയോടെ, അത് പ്രായമായ എല്ലാവരുടെയും പേടിയാണ്, ഞാനും ഒറ്റയ്ക്കായ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പോ എണീറ്റ് നടക്കുമ്പോ ഓക്കെയാണ്, പിന്നെ എന്തു ചെയ്യണമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. ഇപ്പോ ഓൾഡ് ഏജ് ഹോംസ് ഒക്കെ ഉണ്ട്, പിന്നെ റിട്ടയർമെന്റ് കമ്മിറ്റികളുണ്ട്, അങ്ങനെ എന്തെങ്കിലും നോക്കണമെന്നാ ഞാൻ കരുതുന്നത്. പെൻഷൻ ഉള്ളോണ്ട് അവര് നോക്കിക്കോളുമെന്ന് സാറ് പറയേ. സാറ് പോകുന്ന സ്ഥലത്ത് സരസുവിനെയും ചേർത്തേക്കണേ എന്ന് ശിവരാമേട്ടൻ പറയുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. കനിയുടെ വിവാഹകാര്യം അറിഞ്ഞ് സരസ്വതിയെ ചോദ്യം ചെയ്യാനായി പാർവതിയും ഭർത്താവും മാധവത്തിലേക്ക് എത്തുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.